ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചേച്ചി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പൂജമുറിയിൽ എന്തോരം നേരം ഇരുന്നെന്നറിയോ? ചേച്ചിയുടെ ഭഗവാനോട് എത്ര തവണ പിണങ്ങിയെന്നറിയോ? മോളവിടെ നിന്നെ. മുത്തശ്ശിക്ക് പ്രായം എത്രയായി എന്നറിയൂ? ഈ കാലത്തിനിടയില് ഒരുപാട് പേര് എന്റെ മുമ്പിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ടെന്താ, ഒരാളെ കണ്ട അയാളുടെ മനസ്സിൽ എന്താ, അയാൾക്കിപ്പൊ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ എനിക്കിപ്പൊ പറ്റും. അല്ല, മുത്തശ്ശി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മോള് ചെല്ല്. വരുണേ, ഇപ്പൊ ഈ കുടുംബം പൂർണ്ണമായും തന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊന്നും പറയണ്ട അച്ഛാ. ഇതൊക്കെ എൻ്റെ കടമയല്ലേ. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് രാധികയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അച്ഛൻ എന്നെയല്ലേ അയച്ചത്. അപ്പോൾ ഞാനല്ലേ അത് നോക്കേണ്ടത്. മോന് വീട്ടിൽ പോണ്ടേ? ഇവിടുത്തെ അവസ്ഥ തന്നെയാണല്ലോ അവിടെ. എല്ലാരും മോനെ കാത്തിരിക്കല്ലേ? എനിക്ക് തിരക്കൊന്നുമില്ല മുത്തശ്ശി. ഏട്ടനും ബിജു ഒക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ ചെന്നാലും എന്നോട് ചോദിക്കുക, രാധികയെ സുരക്ഷിതമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചോന്നാ. രാധിക മോളിനി ഇവിടെ നിൽക്കട്ടെ അല്ലേ? കൈയെത്തുന്ന ദൂരത്തില്ലെങ്കിൽ മനസ്സിന് എന്തോ പുകച്ചില്ല. കുറെ നാളായിട്ട് ഈ സിനിമാ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് തിരക്കിലല്ലായിരുന്നു. അത് ശരിയാ മോനെ. ഈ തിരക്കുകൾ കൂടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ഒരുമിച്ചിരിക്കുന്നത് കുറയും. അല്ലെങ്കിൽ ഇവൾ ഇതുപോലെ എൻ്റെ മടിയിൽ, അല്ലെങ്കിൽ യശോദയുടെ തോളിൽ ചാരിയിരിക്കേണ്ടതല്ലേ? ഒരു പനി വന്നാൽ തൊട്ട് നോക്കാം. മുഖത്തൊരു വാട്ടം ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. അതൊക്കെയാണേ നഷ്ടപ്പെട്ടു പോകുന്നത്. അച്ഛൻ കണിമംഗലത്തേക്ക് വരണോ മോന്റെ കൂടെ? വേണ്ട, ഞാൻ പോയിക്കോളാം അച്ഛാ. സത്യത്തിൽ ഞാൻ കരുതിയത് രാധയും കണിമംഗലത്തേക്ക് മടങ്ങുന്നുണ്ടെന്നാ. അവിടെ എല്ലാവർക്കും രാധയെ കാണണമെന്നുണ്ടാവുമല്ലോ. രക്ഷപ്പെട്ട കാര്യം അവിടെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. വരുൺ, ചേച്ചി എവിടെ? വരുണൊന്നുമില്ലല്ലോ? ഡോക്ടർ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല. ചേച്ചി, ചേച്ചി,
ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പൂജമുറിയിൽ എന്തോരം നേരം ഇരുന്നെന്നറിയോ? ചേച്ചിയുടെ ഭഗവാനോട് എത്ര തവണ പിണങ്ങിയെന്നറിയോ? മോളെ കരയല്ലേ നീ? ഇപ്പൊ ഞാൻ സന്തോഷം കൊണ്ടാ കരയുന്നു. ഞാൻ ലൊക്കേഷനിൽ ഇരുന്നപ്പോ ഓരോരുത്തർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പാറക്കെട്ട കൊടും കാടാ, താഴേക്ക് പോയാ ആരും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. യശോദേ, ഇടയ്ക്കിടയ്ക്ക് മുഖം വീർപ്പിക്കലും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം കാണാതായപ്പോ അവളുടെ വിഷമം കണ്ടോ? മോളെ, ഞാൻ ഇത്രയും സങ്കടപ്പെട്ട ദിവസം ഇല്ലമ്മ. ഇവര് രണ്ടുപേരും തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, ഞാൻ ചേച്ചിയെ കണിമംഗലത്ത് കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാ അത് വേണ്ടെന്ന് തീരുമാനിച്ചാ ദേവൻ നിൽക്കുന്നത്? ഇനി നീയായിട്ട് ആ തീരുമാനം തിരുത്തണ്ട. മുത്തശ്ശി, അവിടെ എല്ലാരും ചേച്ചി കാത്തിരിക്കുക. മുത്തശ്ശിക്ക് അറിയാലോ അവിടെ എല്ലാവർക്കും ചേച്ചി എന്തോരം ഇഷ്ടമാന്ന്. മാത്രല്ല, ഇന്നൊരു ദിവസം ചേച്ചി കെട്ടിപ്പിടിച്ച് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. വരുൺ, അച്ഛനോടൊന്ന് പറ. വേണ്ട വേണ്ട, ഇനി എല്ലാരും അപേക്ഷിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ കാണിക്കുന്ന സ്നേഹമല്ലേ, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയല്ലേ എല്ലാ മനുഷ്യരും പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ. കൊണ്ടുപോയിക്കോ. നിനക്ക് തോന്നുന്ന അത്രയും ദിവസം നീ ഇവിടെ കണിമംഗലത്ത് നിർത്തിക്കോ. അല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അച്ഛാ. ഇപ്പൊ മോള് ചെല്ല്. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് മോളിങ്ങ് പോന്നോ? എല്ലാവർക്കും സന്തോഷാവട്ടെ. സമ്മതിക്ക് ചേച്ചി.